മാർക്കോ യാൻസൻ എറിഞ്ഞ 38-ാം ഓവറിലെ അവസാന പന്തിൽ സിംഗിൾ എടുത്ത ശേഷം വായുവിൽ ഉയർന്ന് പഞ്ച് ചെയ്യുന്ന കോഹ്ലിയുടെ ഒരു സെലിബ്രേഷൻ ഉണ്ട്. ആ ഫ്രെയിമിലേക്ക് മഹാരാജ് എന്ന പേര് എഴുതിയ ജേഴ്സിയും അണിഞ്ഞ് ദക്ഷിണാഫ്രിക്കൻ സ്പിന്നർ കേശവ് മഹാരാജ് കയറി വന്നത് കാലം കോഹ്ലിക്കായി ഒരുക്കിയ ഒരു മനോഹരമായ ട്രിബ്യൂട്ടാണ്. അയാളുടെ ഫിറ്റ്നസിനെയും കമ്മിറ്റ്മെന്റിനെയും സംശയിച്ചവർക്ക് മുന്നിൽ തുടർച്ചയായ 2ാം സെഞ്ചുറിയുമായി അയാൾ തലയുയർത്തി നിൽക്കുമ്പോൾ ആ ഫ്രെയിമിന് മഹാരാജ് എന്നല്ലാതെ എന്ത് തലക്കെട്ട് നൽകാനാണ്? പതിവ് പോലെ ടോസ് നഷ്ടത്തോടെയാണ് ഇന്ത്യ തുടങ്ങുന്നത്. അവസാന 20 ഏകദിനങ്ങളിലും ടോസിനായി ഉയർന്നു പോകുന്ന നാണയം ഇന്ത്യക്കെതിരെ മാത്രം കറങ്ങി വീഴുന്ന പ്രതിഭാസം റായ്പൂരിലും തുടർന്നു. ടോസ് നേടിയ ദക്ഷിണാഫ്രിക്ക ഇന്ത്യയെ ബാറ്റിങ്ങിന് അയച്ചു. റാഞ്ചിയിൽ അർദ്ധ സെഞ്ചുറിയുമായി ഇന്ത്യക്ക് മികച്ച തുടക്കം നൽകിയ രോഹിത്തിന് പക്ഷേ റായ്പൂരിൽ അത് തുടരാനായില്ല. ടീം സ്കോർ 40-ൽ നിൽക്കെ നാന്ദ്രെ ബർഗറിന്റെ പന്തിൽ ഡിക്കോക്കിന് ക്യാച്ച് സമ്മാനിച്ച് മടക്കം. 8 പന്തിൽ 3 ഫോർ ഉൾപ്പെടെ 14 റൺസ് മാത്രമായിരുന്നു താരത്തിന്റെ സമ്പാദ്യം. വൺ ഡൗണായി ഇറങ്ങിയ കോഹ്ലിക്കൊപ്പം ചേർന്ന് ജയ്സ്വാൾ പതിയെ സ്കോർ ഉയർത്തി തുടങ്ങി. പക്ഷേ ആ കൂട്ടുകെട്ടിന് അൽപായുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 38 പന്തിൽ 22 റൺസ് നേടിയ ജയ്സ്വാളിനെ കോർബിൻ ബോഷിന്റെ കൈകളിലെത്തിച്ച് യാൻസൻ പ്രോട്ടിയാസിന് വീണ്ടും ഒരു വിക്കറ്റ് സമ്മാനിച്ചു. അപ്പോൾ ഇന്ത്യൻ സ്കോർ 9.4 ഓവറിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ 62. പിന്നാലെ എത്തിയ ഋതുരാജ് ഗെയ്ക്വാഡിനെ ഒരു ബൗൺസറോടെയാണ് യാൻസൻ വരവേറ്റത്. താരത്തിന്റെ ഗ്ലൗസിൽ തട്ടിയ പന്ത് ബൗണ്ടറി കടന്നു. അവിടെ നിന്ന് അങ്ങോട്ട് മത്സരത്തിൽ ഇന്ത്യയെ ട്രാക്കിലാക്കിയ പാർട്ട്ണർഷിപ്പിന്റെ തുടക്കമായിരുന്നു. സിംഗിളുകളും ഡബിളുകളുമായി കോഹ്ലിയും ഗെയ്ക്വാഡും സ്കോർ ബോർഡിൽ റണ്ണ് കൂട്ടിച്ചേർത്തു. കൃത്യമായ ഇടവേളകളിൽ ബൗണ്ടറികളും സിക്സറുകളും കൂടി ചേർന്നതോടെ ഇന്ത്യൻ ഇന്നിംഗ്സ് മുന്നോട്ടേക്ക് നീങ്ങി. 24-ാം ഓവറിൽ ഗെയ്ക്വാഡ് അർദ്ധ സെഞ്ചുറി കുറിച്ചു. 3 പന്തിന്റെ ഇടവേളയിൽ കോഹ്ലിയും 50-ലെത്തി. തുടർച്ചയായ 3 അർദ്ധ സെഞ്ചുറികൾ എന്ന നേട്ടം കോഹ്ലി 13-ാം തവണയും കുറിച്ചു. ഈ ലിസ്റ്റിൽ തൊട്ടു പിന്നിലുള്ള രോഹിത് 11 തവണയാണ് ഈ നേട്ടം കൈവരിച്ചത്. അർദ്ധ സെഞ്ചുറിയിലെത്തിയതോടെ കോഹ്ലിയും ഗെയ്ക്വാഡും പതിയെ ഗിയർ മാറ്റി. ഒരേ ഓവറിൽ 2ഉം അതിലധികവും ബൗണ്ടറികൾ പായിച്ച് ഇരുവരും സ്കോർ ബോർഡിന്റെ പേസ് വർദ്ധിപ്പിച്ചു. കേശവ് മഹാരാജും ലുങ്കി എങ്കിഡിയും നന്നായി തല്ലുകൊണ്ടു. 30 ഓവറിൽ ഇന്ത്യൻ സ്കോർ 200 കടന്നു. കോർബിൻ ബോഷ് എറിഞ്ഞ 34-ാം ഓവർ. ആദ്യ പന്തിൽ ബൗണ്ടറി നേടിയ കോഹ്ലി 2ാം പന്തിൽ ഗെയ്ക്വാഡിന് സ്ട്രൈക്ക് നൽകുന്നു. 3ാം പന്തിൽ മിഡോണിലൂടെ 4 പായിച്ച ഗെയ്ക്വാഡ് തൊട്ടടുത്ത പന്തിൽ ഒരു 6ഓട് കൂടി തന്റെ കന്നി സെഞ്ചുറി പൂർത്തിയാക്കി. 52 പന്തിൽ അർദ്ധ സെഞ്ചുറി കുറിച്ച താരത്തിന് സെഞ്ചുറിയിലേക്ക് എത്താൻ വേണ്ടി വന്നത് വെറും 25 പന്തുകളാണ്. 36-ാം ഓവറിൽ യാൻസൻ വീണ്ടും ഒരു ബ്രേക്ക് ത്രൂവുമായി എത്തി. ഗെയ്ക്വാഡിനെ ഡിസോർസിയുടെ കൈകളിൽ എത്തിച്ച താരം 195 റൺസിന്റെ കൂട്ടുകെട്ടാണ് പിരിച്ചത്. 12 ഫോറും 2 സിക്സും അടക്കം 83 പന്തിൽ 105 റൺസുമായി ഗെയ്ക്വാഡ് ഡക്കൌട്ടിലേക്ക് മടങ്ങി. പിന്നാലെ നായകൻ KL രാഹുൽ ഗ്രീസിലെത്തി. ഗെയ്ക്വാഡിനെ പോലെ രാഹുലും കോഹ്ലിക്കൊപ്പം ചേർന്ന് സ്കോർ ബോർഡ് ചലിപ്പിച്ചു. സിംഗിളുകളും ഡബിളുകളും ഇടയ്ക്കിടെ വരുന്ന 4ഉം 6ഉമായി ഇരുവരും ഇന്ത്യൻ സ്കോർ മുന്നോട്ടേക്ക് നയിച്ചു. 38-ാം ഓവറിലെ അവസാന പന്തിൽ കോഹ്ലി വീണ്ടും 3 അക്കം തൊട്ടു. ആസ്ട്രേലിയയിലെ തുടർച്ചയായ 2 ഡക്കുകൾക്ക് പിന്നാലെ അയാളുടെ ഫിറ്റ്നസിനെ അളക്കാൻ അളവുകോലെടുത്തു വന്നവർക്ക് മുന്നിൽ അയാൾ നടത്തുന്ന സ്റ്റേറ്റ്മെന്റ്, ഗാലറിയിൽ അയാളുടെ പേര് ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് ആരാധകർക്കുള്ള അയാളുടെ സമ്മാനം, ഏകദിനത്തിലെ 53-ാമത്തെയും കരിയറിലെ 84-ാമത്തെയും സെഞ്ചുറി, തുടർച്ചയായ 2 ഏകദിന സെഞ്ചുറി എന്ന നേട്ടത്തിൽ 11-ാം തവണയും വിരാട് കിങ് കോഹ്ലി തന്റെ പേരെഴുതി ചേർത്തു. 39-ാം ഓവറിൽ ഇന്ത്യൻ സ്കോർ 284-ലെത്തിയതോടെ റൺ റേറ്റ് മീറ്ററുകളൊക്കെയും 400 എന്ന ഭീമൻ ടോട്ടലിലേക്ക് വിരൽ ചൂണ്ടി. എന്നാൽ 2 ഓവറിന്റെ ഇടവേളയിൽ കോഹ്ലിയും പിന്നാലെ എത്തിയ സുന്ദറിനെയും പുറത്താക്കി ദക്ഷിണാഫ്രിക്കൻ ബോളർമാർ റൺ റേറ്റിന് കടിഞ്ഞാണിട്ടു. രാഹുൽ അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കിയതോടെ ഇന്ത്യ 50 ഓവറിൽ 358 എന്ന ടോട്ടലിലെത്തി. മറുപടി ബാറ്റിംഗിൽ ക്യാപ്റ്റൻസിയുടെ ബാധ്യതകളില്ലാതെയാണ് എയ്ഡൻ മാർക്രം ഇറങ്ങിയത്. ഒരറ്റത്ത് ബൗണ്ടറികൾ പായിച്ച് താരം സ്കോർ ബോർഡ് ചലിപ്പിച്ചപ്പോൾ മറുപുറത്ത് കൃത്യമായ സ്ട്രൈക്ക് റൊട്ടേഷൻ നടത്തി ഡിക്കോക്ക് മികച്ച പിന്തുണ നൽകി. 5-ാം ഓവറിൽ ഡിക്കോക്കിനെ സുന്ദറിന്റെ കൈകളിലെത്തിച്ച് അർഷദീപ് ഇന്ത്യക്ക് ആദ്യ ബ്രേക്ക് ത്രൂ നൽകി. പക്ഷേ അത് മറ്റൊരു പാർട്ട്ണർഷിപ്പിന്റെ തുടക്കമാണെന്ന് ആരും തിരിച്ചറിഞ്ഞില്ല. വൺ ഡൗണായി ക്രീസിലെത്തിയ നായകൻ ടെമ്പ ബാവുമയെ കൂട്ടുപിടിച്ച് എയ്ഡൻ മാർക്രം ചേസിംഗിന്റെ വേഗത കൂട്ടി. 16-ാം ഓവറിൽ മാർക്രം അർദ്ധ സെഞ്ചുറിയിലെത്തി. കുൽദീപ് യാദവ് എറിഞ്ഞ 18-ാം ഓവറിലെ 2ാം പന്ത് ലോങ് ഓണിലൂടെ ഉയർത്തിയടിച്ച് ബൗണ്ടറി നേടാനുള്ള മാർക്രമിന്റെ ശ്രമം പാളുന്നു. പന്ത് ജയ്സ്വാളിന്റെ നേരെ പാഞ്ഞു. പക്ഷേ 3ാം ഏകദിനം മാത്രം കളിക്കുന്ന താരത്തിന് ആ പന്തിനെ കൈകളിൽ ഒതുക്കാനായില്ല. അവിടെ ജയ്സ്വാൾ കൈവിട്ടത് കേവലം ഒരു ക്യാച്ച് മാത്രമായിരുന്നില്ല, ഇന്ത്യയുടെ വിജയം കൂടിയായിരുന്നു. വീണ് കിട്ടിയ ജീവൻ മുതലെടുത്ത് മാർക്രം കൂടുതൽ അപകടകാരിയായി. ബാവുമയെ പ്രസിദ്ധ കൃഷ്ണ മടക്കിവിട്ടെങ്കിലും പിന്നാലെ എത്തിയ ബ്രെറ്റ്സ്കി മാർക്രമിന് പിന്തുണ നൽകി. മോശം പേസിലും ലെങ്ത്തിലും ബോളെറിഞ്ഞ ഇന്ത്യൻ ബോളർമാരെ ഇരുവരും ചേർന്ന് നന്നായി പ്രഹരിച്ചു. 27-ാം ഓവറിൽ മാർക്രം സെഞ്ചുറിയിലെത്തി. 88 പന്തിൽ 9 ഫോറും 4 സിക്സും അടക്കമാണ് താരം ഓപ്പണർ റോളിൽ തന്റെ ആദ്യ സെഞ്ചുറി കുറിച്ചത്. 30-ാം ഓവറിൽ ഹർഷിത് മാർക്രമിനെ മടക്കി അയച്ചു. പക്ഷേ പിറകെ എത്തിയ ബ്രവീസ് റൺ റേറ്റിന് കോട്ടമൊന്നും തട്ടാത്ത രീതിയിൽ ബാറ്റ് വീശി. 10.3 ഓവറുകൾ, കൃത്യമായി പറഞ്ഞാൽ 63 പന്തുകൾ. അതിൽ ബ്രവിസ് ബ്രെറ്റ്സ്കി സഖ്യം അടിച്ചുകൂട്ടിയത് 92 റൺസാണ്. കുൽദീപിന്റെ പന്തിൽ ജയ്സ്വാളിന് ക്യാച്ച് നൽകി ബ്രവിസ് മടങ്ങുമ്പോൾ
ദക്ഷിണാഫ്രിക്കയ്ക്ക് ജയിക്കാൻ വേണ്ടത് 9.3 ഓവറിൽ 70 റൺസ്. 44 ഓവർ വരെ ക്രീസിൽ തുടർന്ന ബ്രെറ്റ്സ്കി 64 പന്തിൽ 68 റൺസ് നേടിയാണ് മടങ്ങിയത്. പിന്നാലെ പരിക്കേറ്റ് ടോണി ഡിസോർസിക്കും തിരികെ നടക്കേണ്ടി വന്നു. കഴിഞ്ഞ കളിയിൽ അർദ്ധ സെഞ്ചുറി നേടിയ മാർക്കോ യാൻസനെ 2 റണ്ണിൽ പുറത്താക്കി അർഷദീപ് ഇന്ത്യക്ക് ഒരു നേരിയ പ്രതീക്ഷ നൽകി. പക്ഷേ കയ്യകലത്തുള്ള വിജയം ഇന്ത്യക്ക് മുന്നിൽ അടിയറവ് പറയാൻ കോർവിൻ ബോഷ് ഒരുക്കമല്ലായിരുന്നു. മികച്ച പിന്തുണയേകി കേശവ് മഹാരാജ് കൂടി ഒപ്പം നിന്നതോടെ 4 പന്ത് ബാക്കി നിൽക്കെ പ്രോട്ടിയാസ് വിജയ റൺ കുറിച്ചു. ഇന്ത്യൻ മണ്ണിൽ ഒരു ഏകദിന മത്സരത്തിൽ സന്ദർശക ടീം നടത്തുന്ന ഏറ്റവും വലിയ രണ്ടാമത്തെ റൺ ചേസാണിത്. 2019 മൊഹാലിയിൽ ആസ്ട്രേലിയ നടത്തിയതിന് സമാനമായ വിജയം. അവസാന പന്ത് വരെയും പല്ലും നഖവും കൊണ്ട് പൊരുതാനുറച്ച ടെംബ ബൗമയുടെ സംഘം നേടിയെടുത്ത അർഹിച്ച വിജയം. ഡിസംബർ 6-നാണ് പരമ്പരയിലെ മൂന്നാമത്തെയും അവസാനത്തെയും മത്സരം. ടെസ്റ്റ് പരമ്പര വൈറ്റ് വാഷ് ചെയ്യപ്പെട്ട ഇന്ത്യക്ക് അവസാന മത്സരത്തിൽ വിജയം അനിവാര്യമാണ്. പരിശീലക കസേരയിൽ ഇരുപ്പുറപ്പിക്കാൻ ഗംഭീറിനും ഈ പരമ്പര ജയിച്ചേ തീരൂ. വിശാഖപട്ടണത്തെ ആവേശ പോരാട്ടത്തിനായി കാത്തിരിക്കാം.